കോഴിക്കോട് ഫറോക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കൈവിലങ്ങുമായി ചാടിപ്പോയ പ്രതി പിടിയിലായി. അസം സ്വദേശി പ്രസഞ്ജിത്തിനെ ഫറോക്ക് ചന്ദ സ്കൂളിലെ ശുചിമുറിയിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. പോലീസ് വീഴ്ചയിൽ കമ്മീഷണർ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർക്കെതിരെ നടപടിക്ക് സാധ്യതയുണ്ട്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസിലാണ് പ്രസഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്തത്. മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിൽ പുലർച്ചെ 2:45 പ്രസഞ്ജിത്തിനെ പോലീസ് പിടികൂടിയത്. സമീപത്തെ ഒരു സ്കൂളിന്റെ ശുചിമുറിയിൽ ഒളിച്ചിരിക്കുകയായിരുന്നു ഇയാൾ. 2 കൈയിലും വിലങ്ങുള്ളതിനാൽ അധിക ദൂരം പ്രതിക്ക് സഞ്ചരിക്കാൻ കഴിയില്ലെന്നുറപ്പായിരുന്നു. AR ക്യാമ്പിൽ നിന്നടക്കം എത്തിയ അധിക പോലീസുകാരും നാട്ടുകാരും ചേർന്നാണ് തിരച്ചിൽ നടത്തിയത്. ഇന്നലെ വൈകിട്ട് 7:20 പ്രതി സ്റ്റേഷനിൽ നിന്ന് കടന്നു കളഞ്ഞത്. പോലീസിന്റെ വീഴ്ചയിൽ ഫറോക്ക് അസിസ്റ്റന്റ് കമ്മീഷണറോട് സിറ്റി പോലീസ് കമ്മീഷണർ റിപ്പോർട്ട് തേടി. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തുടർ നടപടികൾ ഉണ്ടാവുക. സ്റ്റേഷനിൽ പാറാവ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരും GD സ്റ്റാഫിനുമെതിരെ നടപടി ഉണ്ടാകാനാണ് സാധ്യത. ഫറോക്ക് സ്റ്റേഷൻ പരിധിയിൽ താമസിക്കുന്ന UP സ്വദേശിയായ 14-കാരിയെ തട്ടിക്കൊണ്ടുപോയ കേസിലാണ് ബംഗളൂരുവിൽ വെച്ച് പ്രതിയെ പോലീസ് പിടികൂടിയത്. പിന്നീട് സ്റ്റേഷനിലെത്തിച്ച് സെല്ലിലിട്ടു. കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോകുന്നതിനായി സെല്ലിൽ നിന്ന് പുറത്തിറക്കി ബെഞ്ചിലിരുത്തിയ സമയത്താണ് പ്രതി കടന്നു കളഞ്ഞതെന്നാണ് പോലീസ് ഭാഷ്യം. എന്തായാലും ഗുരുതര വീഴ്ചയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. മണിക്കൂറുകൾ കൊണ്ട് നടത്തിയ തിരച്ചിലിൽ പ്രതിയെ പിടികൂടാനും പോലീസിന് കഴിഞ്ഞു.